Good morning all. എൻ്റെ പേര് ഫായിസ്. ഞാൻ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി സബ് ജില്ലയിലെ KCJM സ്കൂളിലെ ഹെഡ്മാസ്റ്ററാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് ഏകദേശം ഇപ്പോൾ സമയം 5 മണിയായിട്ടുള്ളൂ. നമ്മുടെ ഇടുക്കി ജില്ലയിലെ പെരിയാർ ടൈഗർ റിസർവിലാണ്. നമ്മുടെ സ്കൂളിലത്തെ കുട്ടികൾക്ക് 3 ദിവസത്തെ നാച്ചുറൽ ക്യാമ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ വളരെ സന്തോഷം. കാരണം കേരള സർക്കാരും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും കുട്ടികൾക്ക് കൊടുക്കുന്ന നാച്ചുറൽ ക്യാമ്പിൽ, കാരണം കുട്ടികൾക്ക് നാടുമായിട്ടാണ് മുക്കാഭാഗം കുട്ടികൾക്ക് ബന്ധമുണ്ടാകുക. പഠനം ഇപ്പോൾ നമ്മുടെ സ്കൂളത്തെ സ്പോർട്സ് ആകട്ടെ, ആർട്സ് ആകട്ടെ, കലോത്സവം, ശാസ്ത്രമേളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഈ കുട്ടികൾക്ക് ഈ നാച്ചുറൽ ക്യാമ്പ് കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികളുടെ ലൈഫിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. എന്താണ് കാട്, കാട്ടിൽ എന്തിനെയാണ് പേടിക്കേണ്ടത്, ഓരോ ബേർഡ്സ് വാച്ചിങ് ഉണ്ട്, ട്രെക്കിംഗ് ഉണ്ട്, പിന്നെ കുട്ടികൾക്ക് സെമിനാർ ഉണ്ട്, പ്രൊജക്റ്റ് ഉണ്ട്. 3 ദിവസത്തെ ക്യാമ്പാണ് കുട്ടികൾക്ക്. അപ്പോൾ അതിൽ ഏകദേശം ഇപ്പം നമ്മൾ സ്കൂളിൽ കിട്ടിയിട്ടുള്ളത് 7 ക്യാമ്പാണ്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് ചിന്നാറ് പോയി, ഇനിയിപ്പോൾ ഇടുക്കി പെരിയാറാണ്, ഇനി അടുത്ത ആഴ്ച നമ്മൾ പോകുന്നത് തേക്കടിയാണ്, പിന്നെ അതേപോലെ സൈലന്റ് വാലി ഉണ്ട്, പിന്നെ അതേപോലെ തത്തേങ്കലമുണ്ട്. അപ്പോൾ ഇത്ര രീതിയിൽ കുട്ടികൾക്കുള്ള ഏറ്റവും വലിയ കേരള സർക്കാരും കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും വിദ്യാഭ്യാസ വകുപ്പും കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റിന്റെ ബേസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നാച്ചുറൽ ക്യാമ്പ് എന്നുള്ളത്. കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മളെ മലപ്പുറം ജില്ലയിലെ DD, DO, AO തലത്തിൽ ജില്ലാ ഡിസ്ട്രിക്ട് കളക്ടറൊക്കെ കുട്ടികൾക്കുള്ള ഏറ്റവും മാറ്റങ്ങളാണ്. ഇപ്പോൾ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ മുഖ്യമന്ത്രിനും അറിയാം. പക്ഷെ ഇത്രത്തോളം കുട്ടികൾക്ക് ആക്റ്റീവായിട്ടുള്ള പല കാര്യങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കണമുണ്ട്. ഇത് എങ്ങനെയാണ് നമ്മൾ പ്രചോദനപ്പെടുത്തുക, അല്ലെങ്കിൽ അത് നമ്മളെ സ്കൂളിലേക്ക് എങ്ങനെ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു ഏപ്രിൽ മാസം മുതൽ ഈ നാച്ചുറൽ ക്യാമ്പിന് ഈ ഡിസ്ട്രിക്ട് പോർട്ടിൽ അപേക്ഷ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ SITC മീറ്റിങ്ങിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു, അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. അപ്പോൾ അതേപോലെ അതിന് 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്പീഡ് പോസ്റ്റിൽ അയച്ചിരുന്നത്. ഈ വർഷം അത് മുതൽ ഈ ഡിസ്ട്രിക്ട് പോർട്ടലാണ്. അത് ഏതൊരു വ്യക്തിക്കും അത് ചെയ്യാൻ കഴിയും. കാരണം ഇതൊരു ഫ്രീ ബേസ് ആണ്. കുട്ടികൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ലൊരു അനുഭവമാണ്. കുട്ടികൾക്ക് കാടുമായിട്ടുള്ള ഈ ഫോറസ്റ്റ് ആൾക്കാരുമായിട്ടുള്ള എന്താണ് കേരള ഫോറസ്റ്റ്, എന്താണ് ഈ വനവകുപ്പിന്റെ ഏറ്റവും പ്രത്യേകതകൾ എന്തൊക്കെയാണ്, കാടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്. ഇനിയിപ്പോൾ കുട്ടികൾ ട്രെക്കിങ്ങിന് പോയി ഏകദേശം 8 കിലോമീറ്ററാണ് പോണത്. ഈ 8 കിലോമീറ്റർ പോകുമ്പോൾ ഓരോ സ്ഥലത്തും അതിന്റെ ഫോറസ്റ്റിന്റെ ആൾക്കാർ അത് സൂചിപ്പിച്ച് കുട്ടികൾക്ക് വലിയൊരു യാത്രയാണത്, നല്ലൊരു അനുഭവമാണത്. കാരണം യാത്ര ചെയ്യുക എന്നുള്ളത്, യാത്ര ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിന് തുല്യമാണ്. അപ്പോൾ യാത്ര എന്നുള്ളതും പഠനം എന്നുള്ളതും എല്ലാം ഈ 3 ദിവസം കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ നന്ദി അറിയിക്കുകയാണ്. കാരണം കുട്ടികൾ അത്രത്തോളം ശ്രദ്ധയോടെ, ഏകദേശം ഒരു 12 ആൾക്കാരാണ്. ഈ കാട്ടിൻ്റെ ഉള്ളിൽ വേറെ ഒരാളും വരില്ല. ഈ വിദേശികളാകട്ടെ, ഗസ്റ്റ് ആകട്ടെ, ഒരു ദിവസത്തിന് ഏകദേശം 5000 രൂപയ്ക്കാണ് ഒരാൾക്ക് വരുന്നത്. ഇത് കുട്ടികൾക്ക് ഫ്രീ ആണ്. അപ്പോൾ എൻ്റെ എല്ലാ ഇത് കാണുന്ന രക്ഷിതാക്കളാകട്ടെ, അല്ല ഇനിയിപ്പോൾ അത് കുട്ടികൾക്ക് മാത്രമല്ല, അതൊരു സൊസൈറ്റിക്ക് വരാം, അതല്ലെങ്കിൽ ഒരു ക്ലബിന് വരാം. പക്ഷെ അതിന് അപേക്ഷ കൊടുക്കേണ്ടത് ഏപ്രിൽ മുതലാണ്. അപ്പോൾ അത് മാക്സിമം അത് കൊടുക്കുക, കുട്ടികളിലേക്ക് അത് എത്തിക്കുക. കാരണം നാളത്തെ തലമുറ എന്നുള്ളത് കുട്ടികളാണ്. അവർക്ക് ഓരോ അനുഭവങ്ങളിൽ നിന്നാണ് അവർക്ക് ഓരോ ജീവിത മാറ്റങ്ങളും ശൈലികളും അനുഭവങ്ങളും ഉണ്ടാകുക. ഇതിൻ്റെ ഒക്കെ ബേസ് ചെയ്തത് ആ കുട്ടീൻ്റെ മനസ്സിൽ എന്തുണ്ടാവും, നല്ലൊരു ഇന്ത്യൻ പൗരൻ, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നല്ലൊരു വ്യക്തി, സമൂഹത്തിൽ നല്ലൊരു വ്യക്തി. ഇതാണ് അതിൻ്റെ ഏറ്റവും ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാവരും നിർബന്ധമായിട്ട് അപേക്ഷ കൊടുക്കുക. അത് ഉറപ്പായിട്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തരും. ഒരു മാസത്തിൽ ഏകദേശം 4 നാച്ചുറൽ ക്യാമ്പാണ് അവർ പ്രൊവൈഡ് ചെയ്യണത്. പക്ഷെ അതിന് നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉണ്ടാകും. ഏതൊക്കെ ദിവസമാണ് ഫ്രീ ഉള്ളത്, ആ ഫ്രീ ഉള്ള ദിവസം തന്നെ കൊടുക്കണം. കാരണം ഒരു സംഘടന അല്ലെങ്കിൽ ഒരു സ്കൂൾ ഒരു ഡേറ്റ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷൻ തന്നെ ഒരു 16 പേര് കൊടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ മാക്സിമം അത് മനസ്സിലാക്കുക. കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ അനുഭവങ്ങളാണ് ലൈഫിൽ ഏറ്റവും വേണ്ടത്, അനുഭവങ്ങളാണ്. നമുക്ക് എത്ര പൈസ ഉണ്ടോ, എത്ര ആൾക്കാർ നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ളതല്ല, എന്ത് കിട്ടി എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് നമ്മൾ ഉത്തരവാദിത്തമാണ് ഒരു അധ്യാപകൻ എന്ന രീതിയിലും രക്ഷിതാക്കൾ എന്ന രീതിയിലും കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത്. കാരണം ഇവിടുത്തെ SFO പറഞ്ഞു നമ്മൾ കുട്ടികളെ പറ്റി വളരെ ഡിസിപ്ലിനായ കുട്ടികളായിരുന്നു എന്നുള്ളത്. നമ്മൾ കുട്ടികളെ JRCന്റെ കുട്ടികളെ കൊണ്ട് വന്നിട്ടുള്ളത്. കാരണം JRC നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ജൂനിയർ റെഡ് ക്രോസ് എന്നുള്ളതാണ്. അതെല്ലായിടത്തും ഉണ്ട്. അപ്പോൾ വളരെ സന്തോഷം. ഞങ്ങൾ അടുത്ത ആഴ്ച
ഇപ്പോൾ ഈ വർഷം നമ്മൾ ഈ ആഴ്ച വന്നിട്ടുള്ളത് നവംബർ 7, 8, 9 വന്നിട്ടുള്ളത് ബോയ്സിന് മാത്രമാണ്. അടുത്ത ആഴ്ച നമ്മൾ വരുന്നത് പെൺകുട്ടികൾക്ക് മാത്രമാണ്. ഡിസംബർ 1, 2, 3 സൈലന്റ് വാലിക്ക് പോണതും മിക്സറായിട്ടാണ്. അപ്പോൾ ഈ സന്തോഷ വാർത്ത അതിൻ്റെ എല്ലാ പാരൻസിനും കുട്ടികളും ഞാൻ അറിയിക്കുകയാണ്. നമ്മൾ മാക്സിമം നമ്മുടെ ലൈഫിൽ കുട്ടികൾ കൊടുക്കാൻ പറ്റുന്ന അനുഭവങ്ങൾ മാക്സിമം കൊടുക്കുക. അത് എല്ലാം പാരൻസിൻ്റെ രീതിയിലാണെങ്കിലും സ്ഥാപനത്തിൻ്റെ രീതിയിലാണെങ്കിലും അതേപോലെ ടീച്ചേഴ്സിൻ്റെയും അതിലുപരി നമ്മളെ സ്കൂളത്തെ കമ്മിറ്റി. ഇപ്പം എൻ്റെ സ്കൂളത്തെ കമ്മിറ്റിനെ പറ്റി എനിക്ക് പറയാൻ പറ്റുള്ളൂ. വളരെയധികം ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കാതെ കുട്ടികൾക്ക് വേണ്ടി എന്ത് സർ ചെയ്യാൻ പറ്റുക, ഇങ്ങനെ ചെയ്തുകൂടെ സർ എന്നുള്ള അഭിപ്രായവും നിർദ്ദേശങ്ങളും വരുമ്പോഴാണ് അവിടെ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനം വരുള്ളൂ. അത് അക്കാഡമിക് ആകട്ടെ നോൺ അക്കാഡമിക് ആകട്ടെ. അപ്പോൾ ഇങ്ങനത്തെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോവുക. വിഷ് ഓൾ ദ ബെസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും. നല്ല അനുഭവങ്ങളും നല്ലൊരു മനുഷ്യരാകട്ടെ എന്ന് ദൈവത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.